അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാധാരണ അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. എത്ര പുതിയ പുതിയ റെസിപ്പീസിൽ വന്നാലും എനിക്ക് പഴയ ആ ഒരു റെസിപ്പീൻ്റെ മേലെയാണ് ഭയങ്കര താല്പര്യം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും പഴമയെ തേടിയുള്ള ഒരു റെസിപ്പി എന്ന് പറയാം കേട്ടോ. അധികം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അരക്കപ്പ് പഞ്ചസാരയും ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാരയിലെ ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇതുപോലെ നല്ല തിളപ്പിച്ചെടുക്കാം. നമ്മളതിൻ്റെ വേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ടാണ്. അപ്പോൾ അത് തിളപ്പിച്ച് നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ നെയ്യിലാണ് ചേർക്കുന്നത്. നിങ്ങൾ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് ഒരു നേന്ത്രം പഴം കേട്ടോ, ചെറിയ കഷ്ണങ്ങളായി നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴം ചെറിയൊരു കളർ ചേഞ്ച് ആകുന്ന രീതിക്ക്, അതായത് ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് മാറ്റി വെച്ചേക്കാം. അതേ പാത്രത്തിൽ തന്നെയാണ് വീണ്ടും ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വീണ്ടും 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നട്ട്സാണ് കേട്ടോ, നമ്മുടെ അടുത്തുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അന്ന് അവൽ കുഴക്കുന്ന സമയത്തും നട്ട്സുകളൊന്നും ചേർക്കാറുണ്ട് കേട്ടോ. വെറുതെ ഒന്ന് വിശക്കുന്ന സമയത്ത്, അതായത് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അവൽ കുഴച്ച് കഴിക്കുമ്പോൾ അത് വലിയൊരു ടേസ്റ്റാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ ഒരു ടേസ്റ്റ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അത് മാറ്റി വെച്ചേക്കാം. വീണ്ടും അതേ പാത്രത്തിൽ തന്നെ കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് വെള്ള അവലാണ്. നിങ്ങൾ മട്ട അവലാണെങ്കിൽ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് അവലാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് മുരിച്ചെടുക്കേണ്ട, ചെറിയൊരു കളറും കൂടെ ചേഞ്ച് ആവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട്, അതായത് നമ്മുടെ ആ നെയ്യിൻ്റെ മണമൊന്നും ഈ അവലിലേക്ക് ഇറങ്ങാനായിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ശർക്കര വെള്ളം ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവണ്ട, ഒരു നമുക്കറിയാമല്ലോ, സാധാരണ നമുക്ക് അവൽ നനയ്ക്കുന്നതൊക്കെ നമുക്ക് അറിയുന്നതല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ്, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല സോഫ്റ്റായി വരട്ടെ. അങ്ങനെ ഇതുപോലെ വരട്ടെ, നമ്മൾ കുഴഞ്ഞിട്ടില്ല, കറക്റ്റായിട്ടുള്ള സോഫ്റ്റ്നെസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് വീണ്ടും 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന 1 കപ്പ് അവിലിന് 1 കപ്പ് തേങ്ങ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതലായിട്ട് ചേർക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ളൊരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ അതിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച നമ്മുടെ പഴം, നട്ട്സ് എല്ലാം കൂടെ ചേർക്കുക. വീണ്ടും ഒരു അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്താൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്ന സമയത്ത് ചായയും കുറച്ച് ഇതുപോലെ അങ്ങോട്ട് അവലൊക്കെ കുഴച്ചതും എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് കഴിക്കുമ്പോൾ ആ ഒരു ദിവസത്തെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു എനർജി പോലെയും ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന പോലെയും ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. ഇതിപ്പോൾ അധികം അറിയുന്നവരാണെങ്കിലും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്സിനെ എല്ലാവരും ചോദിച്ച് മേടിച്ച് കഴിക്കും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.